പ്രൈസ് ലോർഡ്. പ്രഭാതവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവത്തോട് സംസാരിപ്പാൻ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ ദൈവശബ്ദം കേട്ടിട്ടുള്ളവർ വളരെ കുറവാണ്. ചിലരെല്ലാം അവകാശപ്പെടുന്നുണ്ട് ദൈവം ഞങ്ങളോട് സംസാരിച്ചു എന്ന്. ദൈവത്തോട് സംസാരിക്കുവാനും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനും കൊതിക്കാത്ത മനുഷ്യരാരും തന്നെ ഇല്ല. ഏത് ജാതിയിലും, ഏത് മതത്തിലും, ഏത് വ്യവസ്ഥയിലും, ഏത് ഭാഷയിലും, ഏത് വിഭാഗത്തിലും ഗോത്രത്തിലും ഉള്ളവരായിക്കട്ടെ, സർവശക്തനായ ദൈവത്തോട് സംസാരിക്കുവാൻ വെമ്പുന്ന ഒരു ലോകമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. നമ്മളെല്ലാവരും ദൈവശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ദൈവശബ്ദം കേട്ടുവെന്നും ദൈവം എന്നോട് സംസാരിച്ചുവെന്നൊക്കെ പലപ്പോഴും അവകാശപ്പെടുമ്പോൾ അതെങ്ങനെയാണ് സംസാരിച്ചത്, ആ സംസാരിച്ചത് നമ്മുടെ ജീവിതത്തിൽ എന്ത് വ്യതിയാനം, ചലനങ്ങൾ ഉണ്ടാക്കി എന്ന് പലപ്പോഴും നമുക്ക് വിവരിക്കുവാൻ കഴിയുന്നില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ അത്ര കണ്ട് ചൈതന്യവും അല്ലെങ്കിൽ മറ്റു ചില വ്യത്യാസങ്ങളും അവയെ ഉളവാക്കുവാൻ അതിന് കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും അതൊരു ദൈവശബ്ദമെന്ന് നമുക്ക് പേര് പറയാനേ കഴിയുള്ളൂ. ഒരിക്കൽ യേശു തൻ്റെ ശുശ്രൂഷ കാലത്ത് ജെറുസലേം പള്ളിയുടെ പടിവാതിക്കൽ നിന്നും കൊണ്ട് കൂടാരപ്പെരുന്നാളിൻ്റെ ദിവസം, നമുക്കറിയാം യഹൂദന്മാരുടെ ഏറ്റവും വലിയ ഉത്സവമാണ് കൂടാരപ്പെരുന്നാൾ. അന്ന് ലോകത്തിലുള്ള സകല യഹൂദന്മാരും ജെറുസലേമിൽ കടന്നു വരും. കൂടാരപ്പെരുന്നാൾ ആ അവസാനത്തെ ദിവസമാണ് പെന്തക്കോസ്ത് ദിനം. അന്നത്തെ ആ ഉത്സവത്തിന് ശേഷം ജനങ്ങൾ അവരവരുടെ വീടുകളിലേക്കും രാജ്യങ്ങളിലേക്കും തിരിച്ചു പോകും. ധാരാളം പണം ചെലവഴിച്ചിട്ടാണ് അവർ ആ പെരുന്നാളിന് വേണ്ടി കൂടി വരുന്നത്. അന്നും ഇന്നും കൂടാരപ്പെരുന്നാൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഇടയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. എന്നാൽ അന്നത്തെ ദിവസം യേശു ആലയത്തിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ കടന്നു പോകുന്നതായ ജനങ്ങൾ, അന്നത്തെ ദിവസം അവരവരുടെ നാടുകളിലേക്ക് മടങ്ങേണ്ടതായ ജനങ്ങളുടെ മുഖത്ത് നോക്കിയപ്പോൾ സംതൃപ്തിയില്ലാത്ത മുഖം. ധാരാളം പണം ചെലവഴിച്ച് കൂടാരപ്പെരുന്നാളിന് വന്നിട്ടും കഴിഞ്ഞ വർഷം കടന്നു വന്നതായ സന്തോഷം ഇപ്പോഴില്ല. ഓരോ വർഷം കഴിയും തോറും അവരുടെ സന്തോഷത്തിനും പ്രത്യാശയ്ക്കും കുറവ് വന്നുകൊണ്ടിരിക്കുന്നു. അല്പാൽപമായി ഒരു ആത്മീകമായ ഒരു മരണം, ഒരു പെന്റിക്കോസ്റ്റൽ ഡെത്ത് അവരുടെ എല്ലാം മുഖത്ത് നെടിലിച്ച് കണ്ടു. കർത്താവ് അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്. യോഹന്നാൻ അതിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യത്തിൽ, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ, അന്ന് വരെ കർത്താവ് വെയിറ്റ് ചെയ്തു, ജനങ്ങൾക്ക് സന്തോഷം ലഭിക്കുമായിരിക്കും, നോക്കട്ടെ അവർ ഈ ഉത്സവത്തിൽ നിന്ന് എന്ത് അനുഗ്രഹമാണ് പറ്റുന്നത് എന്ന് കർത്താവ് നോക്കി. ആരിലും ആ സന്തോഷം കാണായികയാൽ യേശു വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്ന ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ ഉറവുകൾ പുറപ്പെടും. അതൊരു പുതിയ വാഗ്ദത്തമാണ്, പുതിയ വാഗ്ദാനം, ഒരു പുതിയ സന്തോഷം, ഒരു പുതിയ അറിവ്. മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി പുറപ്പെടുമോ? അത് സാധ്യമാണോ? അസാധ്യമായ ഒരു കാര്യം. കേട്ടവരെല്ലാം സ്തംഭിച്ചു പോയി. ആ വാക്കുകൾ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നതായ ശബ്ദ തരംഗങ്ങൾ, ആ വാക്കുകളുടെ മാറ്റൊലികൾ ഏറ്റുപാടി. ലോകം ഇന്നും അന്നും ഈ വാക്കുകളെ ഏറ്റുപാടുകയാണ്. ദാഹിക്കുന്ന ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് സൗജന്യമായി ജീവജലം തരാം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പരീശന്മാരും പള്ളിപ്രമാണികളും ഈ വാക്ക് കേട്ടപ്പോൾ, ഇവൻ്റെ വാക്കിൽ വ്യത്യാസമുണ്ട്, ഇവൻ എന്തൊക്കെയോ ഈ ലോകത്ത് ചെയ്തു കൂട്ടും, അവരുടെ പള്ളി പ്രമാണിത്വങ്ങളും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും സമ്പ്രദായങ്ങൾക്കും മാറ്റം വരുത്തുവാൻ ഉതകുന്നതായ അല്ലെങ്കിൽ അതിന് തക്കതായ ഹേതുക്കൾ പകരുന്നതായ വാക്കുകളാണ് ഇതെന്നറിഞ്ഞുകൊണ്ട് കുറേ പടയാളികളെ നാടുവാഴിയുടെ റെക്കമെൻഡേഷനോടുകൂടി പറഞ്ഞയച്ചു, ഇവനെ പിടിച്ചുകൊണ്ട് വരണം. അങ്ങനെ പടയാളികൾ യേശുവിനെ പിടിക്കുവാൻ വന്നു. കർത്താവ് നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വന്ന പടയാളികൾ റോമാ പടയാളികളാണ്. കാരണം യെരുശലേം അന്ന് വാണുകൊണ്ടിരുന്നത് റോമാ ഗവൺമെൻറ്റാണ്. അവരുടെ പടയാളികളാണ് അവിടെ ഇവിടെ ആയിട്ട് കുതിരകളിലും മറ്റ് രഥങ്ങളിലും ഒക്കെ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഭരിക്കുന്നത്. എന്നാൽ റോമ പടയാളികൾ യേശുവിൻ്റെ മുൻപിൽ വന്നപ്പോൾ
കർത്താവിൻ്റെ പ്രസംഗം കേട്ട് അവർ കോരിത്തരിച്ചു പോയി. ഇതെന്തൊരു പ്രസംഗം, ഇതെന്തൊരു വാക്ക്! അവർ വെറും കൈയോടെ പരീശന്മാരുടെ അടുത്ത് വന്നപ്പോൾ പരീശന്മാർ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ആ മനുഷ്യനെ എന്തുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് പിടിച്ചുകൊണ്ട് വന്നില്ല? ആ പടയാളികൾ കൊടുത്ത മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് ഒരുക്കിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 46-ാം വാക്യം. ആ പടയാളികൾ ചേർന്ന് പരീശന്മാരോട് പറയുകയാണ്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു യഹൂദന്റെ വാക്കല്ല, ഒരു ഇസ്രായേലിന്റെ വാക്കല്ല, അന്യജാതിക്കാരന്റെ വാക്കാണ്. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ വേറെ ആരും ഒരു നാളും സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങൾ ഇവനെ എങ്ങനെ പിടിക്കും? പ്രിയപ്പെട്ട ദൈവപൈതലേ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് സംസാരിച്ചു എന്ന് നാം അവകാശപ്പെടുമ്പോൾ ആ വാക്കുകളും ആ സംസാരവും ആ ആശയവും ആഹ്വാനവും ആ വിളിയും നമ്മുടെ ജീവിതത്തിൽ ചൈതന്യം വരുത്തുമാർ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ചില അവകാശവാദങ്ങൾ നമ്മളിൽ സൃഷ്ടിക്കുമെങ്കിൽ, നമ്മെ ചില സ്വർഗീയ അധികാരത്തിന് നമ്മെ കീഴ്പ്പെടുത്തുമെങ്കിൽ, അതാണ് ദൈവത്തിൻ്റെ വാക്കുകൾ. ദൈവത്തിൻ്റെ ശബ്ദം അവിടെയാണ് ദൈവം നിന്നോട് സംസാരിക്കുന്നത്. നോക്കൂ, പടയാളികൾ പറയുന്ന ശബ്ദം കേൾക്കൂ. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും സംസാരിച്ചിട്ടില്ല. നിന്റെ പ്രതികൂലങ്ങളിലും നിന്റെ കഷ്ടങ്ങളിലും നിന്റെ സുഖത്തിലും നിന്റെ ഉയർച്ചയിലും താഴ്ചയിലും അനേകർ നിനക്ക് ആശ്വാസം പകരുന്നുണ്ട്. അനേക വാഗ്ദാനങ്ങൾ നിനക്ക് ലോകത്തിൽ ലഭിക്കുന്നുണ്ടായിരിക്കാം. സഹായഹസ്തങ്ങൾ, അനേക ശുശ്രൂഷകൾ നിങ്ങൾക്ക് ലോകത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്നാൽ ദൈവം നിങ്ങൾക്ക് തരുന്നതായ ചില വാഗ്ദത്തങ്ങൾ, ചില സംസാരം, ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വരുത്തുന്നതായ ചൈതന്യം മനുഷ്യൻ തരുന്നതിലും മനുഷ്യൻ പറയുന്നതിലും വ്യത്യാസമുള്ളതാണെങ്കിൽ അതാണ് ദൈവത്തിൻ്റെ ശക്തി. അവിടെയാണ് നിഴലിച്ച് കാണുക. നമ്മുടെ ജീവിതത്തിൽ ഇത് വ്യത്യാസം കൊണ്ടുവരും. നമ്മുടെ ജീവിതത്തിൽ പ്രതിവചിക്കുവാൻ, മറ്റുള്ളവരോട് പറയുവാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ നാവാൽ വർണ്ണിക്കുവാൻ കഴിയുകയില്ല. പടയാളികളുടെ വാക്ക്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ഒരു സംസാരം ഞങ്ങൾ എങ്ങും കേട്ടിട്ടില്ല. എന്താണ് ആ മനുഷ്യൻ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ദാഹിക്കുന്ന ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പുറപ്പെടും. ഇത്രേ പറഞ്ഞുള്ളൂ. ഒരു സാധാരണ വചനം, ഒരു സാധാരണ വാക്കുകൾ, അവർക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷ. പക്ഷെങ്കിൽ ഓരോ വ്യക്തികളുടെയും ദാഹമുള്ള ഹൃദയങ്ങളെയും ദാഹിക്കുന്നതും വിശക്കുന്നതുമായ ആത്മാവിൻ്റെ അന്തരീക്ഷങ്ങളെ തിരിച്ചറിഞ്ഞ, അല്ലെങ്കിൽ ആ അന്തരീക്ഷങ്ങളെ ശോധന ചെയ്തതായ ആ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ ഒരു പ്രത്യാശ നൽകി. ഓ, എനിക്ക് ജീവജലത്തിൻ്റെ നദി എന്നിൽ നിന്ന് പുറപ്പെടും. ഇപ്പോൾ മരണത്തിൻ്റെ വിളികളും മരണത്തിൻ്റെ വാക്കുകളും മരണത്തിൻ്റെ ആവലാദികളും എന്നിൽ മുഴങ്ങിക്കൊണ്ടിരിക്കെ, സങ്കടത്തിൻ്റെയും പരിഭ്രമത്തിൻ്റെയും ഇല്ലായ്മയുടെയും ദോഷത്തിൻ്റെയും വേദനകളുടെയും അയ്യംവിളിയുടെയും വാക്കുകൾ എന്നിൽ നിന്ന് ഉത്ഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു സന്തോഷത്തിൻ്റെ, ജീവന്റെ, സമൃദ്ധിയായ ജീവന്റെ ഒരു വചനം എന്നിൽ പ്രത്യക്ഷമായിരിക്കുന്നു. എന്നിൽ നിന്ന് അത് ജീവജലത്തിൻ്റെ നദിയായി പുറപ്പെടും. അനേകർ എന്നിൽ നിന്ന് കുടിക്കുന്നതിന് കാരണമായി തീരും. ഇതെത്ര സന്തോഷമാണ്! ഇതാണ് മനുഷ്യൻ ലോകത്തിൽ ആഗ്രഹിക്കുന്നത്. ഇതിനെയാണ് ദൈവശബ്ദം എന്ന് പറയുന്നത്. നിനക്ക് ഈ ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിനക്ക് ഈ ശബ്ദം, ദൈവത്തിൻ്റെ സംസാരം, ദൈവത്തിൻ്റെ വാക്കുകൾ മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്നും വ്യത്യസ്തമായത്, ചൈതന്യം വരുത്തുന്നത്, രൂപാന്തരം വരുത്തുന്നത് നിന്നിൽ മാത്രമല്ല, നിന്റെ ഭവനത്തിലും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ ദൈവം സംസാരിക്കുന്നതായ വാക്കുകൾ എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിനും, എൻ്റെ കുഞ്ഞുങ്ങൾക്കും, എൻ്റെ തലമുറകൾക്കും, എൻ്റെ ദേശക്കാർക്കും, എന്നോടൊപ്പം ഉള്ളവർക്ക് എല്ലാവർക്കും ഒരു വിശ്വാസത്തിൻ്റെ വാക്കുകൾ, ഒരു ജീവന്റെ വാക്ക്, ഒരു സമൃദ്ധിയുടെ വാക്ക്, ആശ്വാസത്തിൻ്റെ വാക്ക്, പ്രത്യാശയുടെ വാക്ക്, സ്നേഹത്തിൻ്റെ വാക്ക് അതിൽ നിന്ന് ഉരുത്തിരിയുന്നുണ്ടെങ്കിൽ അതാണ് ദൈവത്തിൻ്റെ ശബ്ദം. ദൈവത്തിൻ്റെ ശബ്ദത്തെ കേട്ടറിയുവാൻ ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും എന്നോട് സംസാരിച്ചിട്ടില്ല എന്ന് ആ പടയാളികളോട് ചേർന്ന് ഏറ്റുപാടുവാൻ ദൈവം നമുക്ക് ഈ പ്രഭാതത്തിൽ ഭാഗ്യം തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.